കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കേൾക്കുന്നു. ഖത്തറിൽ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തി. അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം ഖത്തറിൽ ഇസ്രായേൽ നടത്തുന്നത്. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഖത്തറിന്റെ പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയത്. ഇതിനെ ശക്തമായിട്ട് അപലപിച്ചുകൊണ്ട് ഖത്തർ രംഗത്ത് വന്നു. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലെ നിരവധി അംഗങ്ങൾ താമസിക്കുന്ന പാർപ്പിട സമുച്ചയം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തെ ഭീരുത്വമാർന്ന ആക്രമണം എന്നും ശക്തമായിട്ട് അപലപിക്കുന്നുവെന്നുമാണ് ഖത്തറിന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചത്. ഈ ക്രിമിനൽ ആക്രമണം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്നും ഖത്തറിലെ പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കുകയുണ്ടായി. ഖത്തറിന്റെ പ്രതികരണം ഇപ്രകാരം തുടർന്നു. ഈ ആക്രമണത്തെ ഖത്തർ ശക്തമായിട്ട് അപലപിക്കുന്നതിനോടൊപ്പം ഇസ്രയേലിന്റെ ഈ വിവേകശൂന്യമായ പെരുമാറ്റവും പ്രാദേശിക സുരക്ഷയെ തടസ്സപ്പെടുത്തുന്ന നടപടികളും തങ്ങളുടെ സുരക്ഷയെയും പരമാധികാരത്തെയും ലക്ഷ്യം വയ്ക്കുന്ന ഒരു പ്രവർത്തനവും വെച്ചുപൊറിപ്പിക്കില്ല എന്നാണ് ഖത്തർ പറയുന്നത്. ഉന്നത തലത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നുവെന്നും ഖത്തറിന്റെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയാണ്. ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം തങ്ങൾ ഏറ്റെടുക്കുന്നു എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. പക്ഷേ ഇവിടെ ഇസ്രായേലിലെ നേതാക്കൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഖത്തറിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഹമാസ് നേതാക്കൾക്കെതിരെ നടത്തിയ ആക്രമണത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എന്ന രീതിയിലാണ് അവരിതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുവാദത്തോടെ തന്നെയാണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹമാസിന് അന്ത്യശാസനം നൽകിക്കൊണ്ടൊരു പോസ്റ്റ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പങ്കുവച്ചിരുന്നു. അതായത് തന്റെ ഡിമാൻഡുകൾ ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്ന ഇസ്രായേലിക്കാരായിട്ടുള്ള മനുഷ്യരെ വീട്ടുതടങ്കലിൽ നിന്ന് മോചിപ്പിക്കുക, അവരെ വിട്ടുകൊടുക്കുക, അവരെ അവരുടെ കുടുംബം കാത്തിരിക്കുകയാണ്. ഇനിയും അത് നിങ്ങൾ വൈകിപ്പിക്കുകയാണെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പൊ ട്രംപിന്റെ ആ ഒരു പോസ്റ്റിനെ കുറിച്ച് പിന്നീട് ഹമാസിന്റെ നേതാക്കൾ ആരും പ്രതികരിക്കുകയും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ആക്രമണം നടന്നത്. സാധാരണ ഹമാസ് നേതാക്കൾ ഏറ്റവും സുരക്ഷിതമായിട്ട് ഒളിച്ചിരിക്കുന്ന സ്ഥലമാണ് ഖത്തർ. ഖത്തറിന്റെ രാജാവും ഭരണകൂടവും എല്ലാ കാലവും ഹമാസിന്റെ നേതാക്കളെ സംരക്ഷിക്കാൻ സഹായിക്കാൻ കൂടെ നിന്നിട്ടുമുണ്ട്. ഇപ്പോൾ എന്നാൽ ആദ്യമായിട്ടാണ് ഇസ്രായേൽ അവരുടെ അതിർത്തി കടന്ന് ഖത്തറിന്റെ പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ട് അകത്ത് കയറി ഒരു ആക്രമണം നടത്തുന്നത്. ഇപ്പോ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ആണവ രാഷ്ട്രമായിരുന്നിട്ടും ഇന്ത്യയുടെ നേരെ ഭീകരാക്രമണം നടത്തിയ പാകിസ്ഥാന്റെ മണ്ണിൽ അവരുടെ രാജ്യത്തിനകത്ത് കയറി എവിടെയൊക്കെ ഭീകരവാദികൾ ഒളിച്ചിരുന്നോ അവിടെയൊക്കെ നമ്മൾ ആക്രമണം നടത്തി. ലോകം ഇതെല്ലാം നോക്കുകയാണ്. 2 ദിവസം മുമ്പാണ് ജെറുസലേം പോസ്റ്റിൽ ഒരു ലേഖനം വന്നത്. ഇന്ത്യയെ കണ്ട് പഠിക്കേണ്ടതുണ്ട് ഫോറിൻ പോളിസിയുടെ കാര്യത്തിൽ. ഈ ട്രംപുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ എടുക്കുന്ന നിലപാടുകളാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. അപ്പൊ ഇന്ത്യയെ കണ്ട് പഠിക്കേണ്ടതുണ്ട്. നാഷണലിസത്തിന് വേണ്ടിയിട്ട് അവർ ഏതറ്റം വരെയും പോകും. രാജ്യമാണ് അവർക്ക് പ്രധാനം. നമ്മൾ അത് കണ്ട് പഠിക്കണമെന്ന് ജെറുസലേം പോസ്റ്റിൽ ഒരു ലേഖനം വന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ സോഫ്റ്റ് പവർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഇസ്രായേൽ പഠിക്കണമെന്നും ഇതേപോലെ തന്നെ ലേഖനങ്ങൾ ഇസ്രായേലിൽ വന്നിട്ടുണ്ട്. ഇസ്രായേൽ ഗവൺമെന്റ് മാധ്യമങ്ങളൊക്കെ വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അവർക്ക് നമ്മളുമായിട്ട് പല കാരണങ്ങളാൽ സാദൃശ്യമുണ്ട്, കണക്ട് ചെയ്യാൻ കഴിയുമെന്നാണ് അവരെപ്പോഴും പറയാറുള്ളത്. അത് എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഈ നടന്ന ആക്രമണം തന്നെ നോക്കൂ. ഇന്ത്യ എങ്ങനെയാണ് പാകിസ്ഥാനിലെ ഭീകരവാദികളെ നേരിട്ടത്? നമ്മൾ വെറുതെ എവിടെയെങ്കിലും ആക്രമണം നടത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭീകരവാദികളെ വകവരുത്തുകയോ അല്ല ചെയ്തത്. ഇതിന്റെ സൂത്രധാരന്മാരായിട്ടുള്ള ഇതിന്റെ പ്രധാന കേന്ദ്രങ്ങൾ എവിടെയാണ് അത് കണ്ടെത്തി, ഇവരുടെ പരിശീലന കേന്ദ്രങ്ങൾ, ഇവരുടെ നേതാക്കൾ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഇത് കൃത്യമായി കണ്ടെത്തി സിവിലിയൻസിനെ ബാധിക്കാത്ത തരത്തിലുള്ള ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. അത് വലിയ ജനശ്രദ്ധ നേടി, ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സംഭവമായിരുന്നു. ഭീകരവാദികളെ യഥാർത്ഥത്തിൽ അതിന്റെ വേരാണ് അറുക്കേണ്ടത്, അല്ലാതെ അതിന്റെ മുകളിൽ നിൽക്കുന്ന ചില്ലുകൾ വെട്ടിക്കളഞ്ഞിട്ട് കാര്യമില്ല എന്നും വേരറുത്താലേ അതില്ലാതാകൂ എന്നുള്ള ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഇസ്രായേലും ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത്രയും കാലം അവർ ഫൈറ്റ് ചെയ്തത് ഗാസയിലുള്ള ഹമാസിന്റെ ആളുകളോടാണ്, അല്ലെങ്കിൽ ഗാസയിലുള്ള ഹമാസ് ഫൈറ്റേഴ്സിന്റെ അടുത്താണ് ഇത്രയും കാലം അവർ ഫൈറ്റ് ചെയ്തത്. അപ്പോൾ അവിടെയുള്ള ഹമാസിന്റെ പോരാളികൾ എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ മാത്രമാണ്. ഇവരെ ഓപ്പറേറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇതിന്റെ ലീഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലീഡർഷിപ്പിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഇരിക്കുന്നത് അങ്ങ് ഖത്തറിലാണ്. സോ അവരെ ലക്ഷ്യമിട്ട് ആക്രമിച്ചെങ്കിൽ മാത്രമേ, അവർക്ക് കൊണ്ടെങ്കിൽ മാത്രമേ ഈ ഗാസയിലുള്ള ഭീകരവാദത്തിന് അന്ത്യമുണ്ടാകൂ എന്നാണ് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത്. അത് തന്നെയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ അവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ അവര് ശരിക്കും അടിച്ചിരിക്കുന്നത് ഈ ഹമാസിന്റെ നേതാക്കളെയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. ഇത് ഇന്ത്യ പാകിസ്ഥാനെതിരെ യൂസ് ചെയ്ത അതേ സ്ട്രാറ്റജിയാണ്. ഒരു ആണവ രാഷ്ട്രത്തിനെതിരെയാണ് ഇന്ത്യ ചെയ്തത്. ഇന്ത്യക്ക് ഒരു ആണവ രാഷ്ട്രത്തിനെതിരെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഖത്തറിനെ പോലെ താരതമ്യേന ഇസ്രായേലിനേക്കാൾ ദുർബലമായ ഒരു രാജ്യത്തിനെതിരെ അത് ചെയ്യാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ ചിന്തിച്ചിട്ടുണ്ടാവാം. ആ ചിന്തകൾക്കൊടുവിലായിരിക്കാം ഇപ്പോൾ അവരിങ്ങനെ ഒരു ആക്രമണം നടത്തിയത്.